നമസ്കാരം. ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ഈറ്റില്ലമായ തഞ്ചാവൂരിലേക്ക് സ്വാഗതം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി നേടിയ ബൃഹദീശ്വര ക്ഷേത്രമാണ് ഈ നഗരത്തിൻ്റെ യഥാർത്ഥ വൈഭവം. നമ്മളിപ്പോൾ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമായ രാജഗോപുരത്തിലാണ്. ഇതിലെ ഓരോ കൊത്തുപണികളും എത്ര സൂക്ഷ്മമാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവം ലഭിക്കും. അതിവിശാലമായ ക്ഷേത്രമുറ്റത്തേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ ഈ വിശാലമായ പരിസരവും ചുറ്റുമുള്ള നിർമ്മിതികളും ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും നമ്മളെ വിസ്മയിപ്പിക്കും. ദൂരെ തലയുയർത്തി നിൽക്കുന്ന വിമാനം ചോള വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ്. 1000 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ കൂറ്റൻ നന്ദി വിഗ്രഹമാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ഈ നന്ദിക്ക് ഏകദേശം 16 അടി നീളവും 13 അടി ഉയരവുമുണ്ട്. ഇതിൻ്റെ ഗാംഭീര്യം കാഴ്ചക്കാരെ ആകർഷിക്കും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗം, വിമാനം. 216 അടി ഉയരമുള്ള കൂറ്റൻ ഗോപുരം. രാജരാജ ചോളൻ ഒന്നാമനാണ് ഇത് നിർമ്മിച്ചത്. ഇതിനു മുകളിലുള്ള 80 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലാണ് പ്രധാന ആകർഷണം. 1000 വർഷം മുമ്പ് സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയും വലിയ കല്ല് എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നത് അത്ഭുതകരമാണ്. ഈ ഗോപുരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉച്ച സമയത്ത്, അതായത് ഏകദേശം 12 മണിയോടടുത്ത് ഈ ഗോപുരത്തിൻ്റെ നിഴൽ നിലത്ത് പതിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത് അന്നത്തെ വാസ്തുവിദ്യാപരമായ അവരുടെ വലിയ വൈദഗ്ധ്യം വ്യക്തമാക്കുന്നു.